ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ 174 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവെക്കുന്നതും ശ്രീമതി ശ്രീകല രവികുമാർ, നേമം, തിരുവനന്തപുരമാണ്. ശ്രീകല നേമത്തെ, അതായത് തിരുവനന്തപുരത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസ്, നല്ലൊരു സ്കൂളാണ് വിക്ടറി പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടുത്തെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ആ സ്കൂൾ ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ്. ശ്രീ രവികുമാറും കൺവീനറും ഡിസ്ട്രിക്റ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഒക്കെ കോർഡിനേറ്റർ ആയിരുന്നു. അവർ രണ്ടാളും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. കാരണം നേമം സമിതിയിലും വിക്ടറി സ്കൂളിലും എനിക്ക് സേവയ്ക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ തന്ന രണ്ട് വ്യക്തികളാണ് കലയും രവികുമാറും. എനിക്ക് സഹോദര തുല്യരാണ് അവർ. ശ്രീകലയെ ശോഭ ലക്ഷ്മണാണ് ഇന്ന് നമ്മുടെ കോർഡിനേറ്റർ. ശോഭ ലക്ഷ്മൺ പറയുന്നത് പോലെ കല ചെയ്തോളൂ കേട്ടോ. ആദ്യം ശോഭ ഓങ്കാരവും പിന്നെ സായി ഗായത്രി ഒക്കെ പറഞ്ഞിട്ട് കലയോട് പറയും. ഓക്കെ സായിരാം. താങ്ക് യു. സ്വാഗതം എല്ലാവർക്കും. ശോഭ തുടങ്ങിക്കോളൂ. സായിരാം. നമ്മുടെ എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ സത്യസായി അന്തഃശൗചയജ്ഞത്തിലേക്ക് എത്തിയ എല്ലാവർക്കും സായിരാം. ഇന്ന് ഇവിടെ നമ്മുടെ യജ്ഞത്തിനെ നയിക്കുന്നത് ശ്രീകല രവികുമാറാണ്. ശ്രീമതി ശ്രീകല രവികുമാർ. അവരെ പറ്റി വത്സലാമ വളരെ വിശദമായി പറഞ്ഞു. ശ്രീകല നമുക്ക് ആദ്യം 3 ഓങ്കാരവും സായി ഗായത്രിയും ജപിച്ചതിന് ശേഷമാണ് സത്യസായി വാണി വായിക്കേണ്ടത്. അതിന് തുടർച്ചയായിട്ട് അനുഭവവും പറയാം. ഞാനിത് തുടങ്ങാൻ വേണ്ടി പോന്നാണ്. 3 ഓങ്കാരം. സായിരാം. ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्तिः. സായിരാം. ശ്രീമതി ശ്രീകല ആദ്യം സത്യസായി വാണി വായിച്ചോളൂ. സായിരാം. വീഡിയോ ഓൺ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. ഒന്ന് താഴ്ന്നിരിക്കണേ, തല കട്ട് ചെയ്ത് പോണം. ശരി, ഇങ്ങനെ മതി. സായിരാം. പരമപവിത്രം പാവനചരണം അവിടത്തെ പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ 14/1/92 നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നും കുറച്ച് വാണിയാണ് ഞാൻ വായിക്കുന്നത്. ഇന്ദ്രിയ നിയന്ത്രണം വിനയ സമ്പാദനത്തിന് അനിവാര്യമാണ്. ഇതിനു വേണ്ടിയാവണം വിദ്യ അഭ്യസിക്കേണ്ടത്. ഇന്ദ്രിയ നിഗ്രഹത്തിന് ഉതകത്തക്ക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാത്രമേ പൂർവികർ വിലമതിച്ചിരുന്നുള്ളൂ. ഇന്ദ്രിയ നിയന്ത്രണത്തെ വേദാന്തത്തിന്റെ ഭാഷയിൽ ദമം എന്ന് പറയുന്നു. സ്ഥലം, കാലം, പരിതസ്ഥിതികൾ എന്നിവയുടെ പരിണാമങ്ങളുടെ ഫലമായി ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൽ ദമം എന്ന വാക്ക് തിരിഞ്ഞു മതമായി മാറപ്പെട്ടിരിക്കുന്നു. വിനയം, ആദരം മുതലായ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നും തിരോഭവിച്ചതാണ് ഇതിന് കാരണം. അവരുടെ പ്രഥമ പരിഗണന ലൗകിക സുഖങ്ങൾക്ക് ഇടം നൽകുക എന്നതാണ്. വിദ്യാർത്ഥികൾ ഇന്ദ്രിയ നിഗ്രഹത്തെ പ്രഥമ മാർഗദർശന തത്വമായി കരുതണം.
പഴയ കാലത്ത് ഇന്ദ്രിയ നിയന്ത്രണം നേടിയ വിദ്യാർത്ഥികൾക്ക് സാക്ഷര എന്നറിയപ്പെട്ട ബിരുദപത്രം ലഭിച്ചിരുന്നു. ഇത് ലഭിക്കുന്നവൻ തന്നിലെ അന്തർഹിത ചൈതന്യം സാക്ഷാത്കരിച്ചവനും ഇന്ദ്രിയങ്ങളുടെ മേൽ അധീശത്വം നേടിയവനുമാണ് എന്നതാണ് ഈ പട്ടത്തിന്റെ അന്തരാർത്ഥം. ദമം മതമായി മാറുമ്പോൾ സാക്ഷര എന്നത് തിരിഞ്ഞ് രാക്ഷസയായി മാറുന്നു. ഇപ്രകാരം ദമം ശീലമാക്കുകയും വിനയം, ആദരവ് എന്നിവ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥിയെ സാക്ഷരനായി പരിഗണിക്കുകയും അഹങ്കാരം, ഡംബ് എന്നിവയാൽ പൂരിതനായ ഒരു വിദ്യാർത്ഥിയെ രാക്ഷസനായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. കേവലം ഒരു പണ്ഡിതനായതുകൊണ്ട് മാത്രമായില്ല വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമൊക്കെ ഒരുവൻ അധീശത്വം നേടിയിട്ടുണ്ടെങ്കിലും വിനയരാഹിത്യവും ആത്മനിയന്ത്രണമില്ലായ്മയും ആദരവിഹീനത്വം വച്ചു പുലർത്തുന്നു എങ്കിൽ അത്തരം പാണ്ഡിത്യത്തെ പഴമക്കാർ രാക്ഷസ വിദ്യയായി പരിഗണിച്ചിരുന്നു. വൈദിക കാലം മുതൽക്കേ മനുഷ്യർക്ക് മാനുഷിക മൂല്യങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു. അവർക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടായിരുന്നു. അവർ പവിത്ര ജീവിതം നയിച്ചിരുന്നു. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പുരോഗതി സർവനാശം വിതയ്ക്കുന്നതിനുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ മനുഷ്യന് ത്രാണി നൽകി. ഇത്തരം വിനാശക ആയുധങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സമാധാനം നേടാനാവുന്നില്ല. പദാർത്ഥങ്ങളിൽ അധീശത്വം നേടിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞന് തന്നെ വേട്ടയാടുന്ന ഭീതിയെ ഇല്ലായ്മ ചെയ്യാനാവുന്നില്ല. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷാബോധവും ശാന്തിയും ആദരിക്കാനാകാത്ത ശാസ്ത്രജ്ഞർ തങ്ങളുടെ ജീവിതം പാഴാക്കുകയാണ്. വിദ്യാഭ്യാസം കേവലം ജീവനോപാധിയാക്കുള്ള മാർഗമായി മാറിയപ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയ പുസ്തകജ്ഞാനം അടിച്ചേൽപ്പിക്കുന്നതിനുള്ള വ്യഗ്രതയിലായി. വിദ്യാഭ്യാസവും ഉദ്യോഗവും തമ്മിലുള്ള കണ്ണി മുറുക്കപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസം വിജ്ഞാന സമ്പാദനത്തിനുള്ള മാധ്യമമായിരിക്കണം. രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതിര് കവിഞ്ഞ ആഗ്രഹങ്ങളാൽ ഗ്രസിക്കപ്പെട്ടവരും ആഗ്രഹവിഹീനരും. ആഗ്രഹങ്ങളില്ലാത്തവർ എല്ലാ ലൗകിക കാര്യങ്ങളെയും നിസ്സംഗതയോടെ കാണുന്നു. പർവ്വതത്തോളം സ്വർണം ലഭ്യമായാൽ പോലും ആഗ്രഹപൂരിതമായ വ്യക്തി തൃപ്തനാവുന്നില്ല. ശിരസുകൾ ഉൾപ്പെടെ എന്ത് വസ്തുവും വയറു നിറയ്ക്കാനായി ഉപയോഗപ്പെടുത്തുന്ന നീണ്ട കൈകളുള്ള കബന്ധൻ എന്നു പേരുള്ള ഒരു അസുര കഥാപാത്രം രാമായണത്തിലുണ്ട്. ജീവിക്കുന്നതിനായി സമ്പാദിക്കുക എന്ന മനോഭാവം മാത്രം വച്ചു പുലർത്തുന്ന ഇന്നത്തെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും കബന്ധന്മാരെ പോലെയാണെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എങ്ങനെ ഉദരപൂരണം നടത്തുക എന്നതാണ്. ഉദരം കനിഞ്ഞു നൽകിയിരിക്കുന്ന വിഭു അവിശ്വാനുസരണം അന്നം നൽകാനും പരാജയപ്പെടുകയില്ല. ആത്മാന്വേഷണത്തിൽ ഏർപ്പെട്ട മനുഷ്യൻ ഇന്ന് അന്നം അന്വേഷിക്കുകയാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം സിദ്ധിച്ചവരൊഴികെ ഇന്ന് ലോകത്തെ 3/4 ആളുകളും കബന്ധന്മാരായാണ് കാണപ്പെടുന്നത്. അവരുടെ എല്ലാ പ്രവൃത്തികളിലും കായിക വിനോദങ്ങളിലായാലും മറ്റ് മേഖലയിലായാലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് മുന്തിയ പരിഗണന. മനുഷ്യന് ശരിയായ വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിൽ അവനെ എതിരിടാൻ ഇന്ദ്രിയങ്ങൾക്ക് ത്രാണിയില്ലാതെയാകും. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ക്ഷയം മനുഷ്യനെ ഇന്ദ്രിയങ്ങളുടെ അടിമയാക്കി തീർക്കുന്നു. തെറ്റോ ശരിയോ നല്ലതോ തീയോ ആകട്ടെ, ഏതും പ്രവർത്തിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ അവ നല്ലതുപോലെ പരിശോധിച്ച് മനസാക്ഷിയുടെ ആജ്ഞാനുസരണം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. മനസാക്ഷിയെ സംബന്ധിച്ച് പോലും ചില വസ്തുക്കൾ മനസ്സിൽ കരുതണം. ബൗദ്ധികമായ യുക്തിയുടെ പ്രേരണകൾ മനസാക്ഷിയുടെ നിർദ്ദേശമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിർദ്ദേശങ്ങൾ ഹൃദയത്തിൽ നിന്നും ഉത്ഭൂതമാകണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അഗാധതയിൽ നിമഗ്നരാകുമ്പോൾ സുഹൃത്തുക്കളുടെയും സമൂഹത്തിന്റെയും പൊതു താല്പര്യം അനുസരിച്ച് എന്ത് ചെയ്യാനും എന്ത് ചിന്തിക്കാനും വേളയിൽ മനസാക്ഷി നിങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകും. സ്വാർത്ഥത കലർന്ന ബൗദ്ധിക യുക്തി നിങ്ങളെ നയിക്കരുത്. സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിനനുസരിച്ചുള്ള പരിഗണനയാണ് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത്. അത് മാത്രമാണ് നിങ്ങളുടെ അന്ധകരണത്തിന്റെ ശബ്ദം. ഇപ്രകാരമുള്ള വിശാലമായ സാമൂഹ്യ ബോധം വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കപ്പെടണം. വിദ്യാർത്ഥികളെ, നിങ്ങൾ വിവിധങ്ങളായ കായികാഭ്യാസങ്ങൾ നടത്തി. പല മത്സരക്കളികളിലും നിങ്ങൾ പ്രശസ്തരായി. ഭൗതിക തലത്തിൽ ഇത്തരം മത്സരക്കളികൾക്ക് അതിൻ്റെതായ മൂല്യമുണ്ടെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠമായ ചിലതുണ്ട്. ജീവിതം ഒരു ക്രീഡയാണ്. അത് കളിക്കുക. ജീവിതം തന്നെ ഒരു വലിയ ക്രീഡയാണെന്ന് കരുതുക. ഇതിൽ സൽപ്പേരും വിജയവും നേടാൻ സൽസ്വഭാവം പരിപോഷിപ്പിക്കുക.
ഈ വലിയ മത്സരത്തിൽ പാലിക്കേണ്ട അനുശാസനങ്ങൾ സൽചിന്ത, സൽസംഭാഷണം, സൽക്കർമ്മം എന്നിവയാണ്. ടെന്നീസ് പോലുള്ള കായിക മത്സരങ്ങൾ പോലും കഠിന പ്രയത്നങ്ങളും പരിശീലനങ്ങളും ആവശ്യമെങ്കിൽ ജീവിതമാകുന്ന കായിക മത്സരത്തിൽ എത്രത്തോളം പ്രയത്നമാണ് ആവശ്യമായി വരിക. ഈ മത്സരത്തിൽ സൽപ്പേർ സമ്പാദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദർശങ്ങളെ മുറുകെ പിടിക്കുകയും ദിവ്യത്വത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ധാർമ്മിക ചിന്ത, ധാർമ്മിക ശീലങ്ങൾ, ധാർമ്മികമായ സമീപനങ്ങൾ എന്നിവ സ്വീകരിക്കേണ്ടതാണ്. സായിരാം. സായിറാം. ശ്രീകല ചേച്ചി. സായിറാം. ഇനി അനുപമ പറഞ്ഞോളൂ. സായിറാം. സായിരാം. വത്സല ചേച്ചി നേരത്തെ പറഞ്ഞു നിയമം സ്കൂളിലാണ്, അതായത് ട്രിവാൻഡ്രത്തിന്റെ അടുത്ത് നിയമ സ്കൂള്. അപ്പോ ആ സ്കൂളില് അതായത് ഒരു 50 വർഷത്തിന് മുമ്പ് ഒരു ഐക്യാമ്പ് നടത്തുകയുണ്ടായി. സത്യസായി സേവാ സംഘടന കേരളം അന്ന് നടത്തി. അപ്പൊ അന്ന് ഞങ്ങള് സ്വാമിയിലോട്ട് വന്നിട്ടുമില്ല, ഭഗവാനെ കുറിച്ച് അറിയുമില്ല. ജസ്റ്റ് കാണികളെ പോലെ പോവും വരും, അത്ര തന്നെ. ഭജനകൾക്ക് പങ്കെടുക്കും, ചിലപ്പം ഭജനയ്ക്ക് താമസിച്ചായിരിക്കും പോവുക, തിരിച്ചെപ്പോഴെങ്കിലും എണീറ്റ് വരുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ക്യാമ്പ് തീർന്നപ്പോ തന്നെ അവര് ധാരാളം ഫോട്ടോസ് ഒക്കെ തന്നു ഭഗവാന്റെ. അത് പൂജാമുറിയിലും സ്കൂളിലും ഒക്കെ ഞങ്ങൾ വച്ചിരുന്നു. വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ഇതുപോലെ പൊക്കോണ്ടിരുന്നു പുട്ടപ്പുറത്ത്. ഒരു തവണ പറഞ്ഞു എന്തായാലും എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞാനും പുട്ടപ്പുറത്തേക്ക് പോയി ഒന്നും അറിയില്ല, ആരൊക്കെയോ പോണം പിറകെ കയറിപ്പോയി അവിടെ ഇരുന്നു. അപ്പം മണ്ണുള്ള സ്ഥലമായിരുന്നല്ലോ അന്ന്, കുൽവന്ത് ഹാളിന്റെ ആ സൈഡ്. അവിടെ ഇരുന്ന് ഞാൻ ഈ മണ്ണിന്റെ ഇതുമൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോ എല്ലാവരും അക്ഷമരായി അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ആ ശബ്ദം, ഒരു ട്യൂൺ വന്നതും എല്ലാവരുടെയും നോട്ടം കണ്ടപ്പോ ഞാനും അതിശയിച്ചു, ഇതെന്തോന്നാണ് ഇത്ര അതിശയിച്ച് നോക്കണമെന്നോ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നതായിട്ട് തന്നെ തോന്നി. സ്വാമി എന്റെ മുമ്പേ കൂടെ പാസ് ചെയ്ത് പോയപ്പം ഞാൻ എന്റെ മനസ്സിൽ ഒരു ചോദ്യം, ഇത് സത്യമാണോ മിഥ്യയാണോ? എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിനകത്ത് മനസാക്ഷി ഇരുന്ന് ചോദിക്കുകയാണ്. കുറച്ചു ദൂരം പോയ ഭഗവാൻ നേരെ എന്നെ തിരിഞ്ഞു നോക്കി. അത് ആ നോട്ടത്തില് എല്ലാ അർത്ഥവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വാമിയുടെ ഡിവോട്ടിയായി വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ആക്റ്റീവായിട്ട് തന്നെ എന്ന് പറയാം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ അനുഭവങ്ങൾ പറയാം. ഞാൻ ടീച്ചറായിരുന്നു. എനിക്ക് അലർജിക്ക് ഭയങ്കര അലർജറ്റിക്, അതായത് കുട്ടികൾ തന്നെ പെർഫ്യൂം അടിച്ചോണ്ട് വന്നാലോ ആരെങ്കിലും സിഗരറ്റ് വലിച്ചോണ്ട് പോയി അപ്പോഴൊക്കെ ഞാൻ വല്ലാതെ വിഷമിക്കും, ഛർദിക്കും, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടർ KP ചന്ദ്രശേഖറിന്റെ ചികിത്സയിലായിരുന്നു. ഒരു ജൂലൈയില് അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പൊ ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ചെക്കപ്പിന് പോകണം. അപ്പൊ ഡ്യൂട്ടി സമയം ആയതുകൊണ്ട് ഞാൻ അത്തവണ ഡ്യൂട്ടിക്ക് പോയില്ല, ഇവിടെ നിന്നപ്പോ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇയാള് ജീവൻ വേണമെങ്കിൽ മുറി അടച്ചകത്തിരിക്കണം, വെന്റിലേറ്റർ അതുപോലും തുറക്കരുത്, വെളുപ്പം കാലത്ത് ടെറസിന്റെ മുകളിൽ ഒന്നിറങ്ങി നടന്നോളണം, അല്ലാതെ പുറത്തിറങ്ങരുതെന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട്. ജോലി വേണോ ജീവിതം വേണോ? കുട്ടി ജോലിയൊക്കെ രാജിവെച്ചിട്ട് മിണ്ടായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടത്തോടെ വീട്ടിൽ വന്നു. അന്ന് ഇതുപോലെ ഫോണൊന്നുമില്ല. രാത്രിയായപ്പോ ഹസ്ബൻഡ് വിളിച്ചപ്പോ ഞാൻ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ പറഞ്ഞത് ഒട്ടും വിഷമിക്കണ്ട, കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സ്വാമിയുടെ ദർശന സമയമായിരുന്നു. ഞാൻ ഓടി ദർശനത്തിന് പോയി. എത്രയോ നേരം ഭഗവാൻ എൻ്റെ മുമ്പ് വന്ന് നിന്നു. ഞാൻ ഇഷ്ടംമാതിരി പാദനമസ്കാരം എടുത്തു. അത് എന്തിൻ്റെയെങ്കിലും ഉറപ്പ് നമുക്ക് തന്നതായിരിക്കും, അതുകൊണ്ട് വിഷമിക്കുകയേ വേണ്ടെന്ന്. ആ ഓണത്തിന് ഞങ്ങളെല്ലാം പുട്ടപ്പുറത്തേക്ക് വന്നു. അന്ന് ഓണത്തിന് സേവ ചെയ്താലും നമുക്ക് പാദനമസ്കാരം ഉണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നപ്പോ മൂന്നാമതാണ് ഇരുന്നത്, എനിക്ക് നല്ല അറിയാം. അപ്പൊ ഫ്രണ്ടിൽ ഒന്നാമതിരുന്നവരെ കയ്യിൽ അക്ഷത ഇരിക്കുന്ന കണ്ടു. എന്തോ സ്വാമി ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് ഒന്നും അറിയില്ല, എന്തോ ഒരു മായാവലയത്തിലായതുപോലെ ഞാൻ ഇരുന്നു. സ്വാമി പോയി കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ആ ഇരിപ്പിരിക്കുകയാണ്. അപ്പൊ എല്ലാ ആളുകളും എൻ്റെ അടുത്ത് വന്ന് ആ വരിയിലിരുന്നവരല്ല ഭയങ്കര ഭാഗ്യം തന്നെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്തു, എൻ്റെ തലയിൽ നിന്ന് താഴോട്ട് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ആ ഷോക്കിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരൊക്കെ പറഞ്ഞത് സ്വാമി അടുത്ത് വരികയും
തലയിൽ കൈവയ്ക്കുകയും ചെയ്തു. അതുമാത്രമല്ല അക്ഷതങ്ങൾ കുറെ എനിക്ക് തലയിൽ ഇട്ടുതരികയും ചെയ്തു. അപ്പൊ ഈ അക്ഷതങ്ങൾ അവർ പറഞ്ഞ അക്ഷതങ്ങൾ എടുത്ത് കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ അക്ഷതമൊക്കെ കഴിച്ചു. അടുത്ത ചെക്കപ്പിന് ഞാൻ പോയപ്പോഴത്തേക്ക് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനല്ലാതെ ഏത് ഡോക്ടറെയാണ് പോയി കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ഡോക്ടറെയും ഞാൻ കണ്ടില്ല, അവിടത്തെ മാത്രം അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എങ്കിൽ ഇയാൾക്ക് ഭയങ്കര ദൈവശക്തിയുണ്ട്, ഏത് ദൈവത്തിനാണ് പ്രാർത്ഥിക്കണമെന്ന്. എന്തുകൊണ്ടാണോ അവിടെയും എനിക്ക് സംശയം. ഞാൻ സൗമ്യയുടെ പേര് പറഞ്ഞില്ല, മിണ്ടാതെ, കാരണം അദ്ദേഹത്തെ പേടിയാണ് ശരിക്കും. പക്ഷേ അതിനെനിക്ക് ആൻസർ തന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഫോർട്ട് സമിതിയിലെ ഒരാള് അവരെ അമ്മയും വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി സ്വാമി എന്തായാലും എനിക്ക് വിഷമം വേണ്ട എന്ന് വിചാരിച്ചായിരിക്കാം ഭഗവാന്റെ ഡിവോട്ടിയെ തന്നെ എൻ്റെ മുമ്പിൽ എത്തിച്ചു. പിന്നീട് ഒരുപാട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കാനുള്ള കാരണം തന്നെ എൻ്റെ സ്വാമിയാണെന്ന് 100 പ്രാവശ്യം ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. പിന്നെ 2003 എനിക്ക് പ്രൊമോഷനായി പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തപ്പോൾ പിന്നെ അന്നത്തെ ആദ്യത്തെ PTA ജനറൽ ബോഡി ജൂലൈ 5-ാം തീയതി ആയിരുന്നു. ക്ലാസ്സുകളിലൊക്കെ കയറി എല്ലാം ആദ്യത്തേത് ഭയങ്കരമാക്കണമല്ലോ. അങ്ങനെ ഒന്നും ഒരു ജൂലൈ 2-3 ആയപ്പോ തന്നെ അടിവയറ് വേദന തുടങ്ങി. ഞാൻ അത് സാരമാക്കിയില്ല. 4-ാം തീയതി രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല, ഭയങ്കരമായ വേദന. രാവിലെ ഹസ്ബൻഡിന് ഒരു അത്യാവശ്യം പുറത്തു പോകണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തീരെ സുഖമില്ല, എന്തായാലും ഡോക്ടറെ കണ്ടിട്ടേ ഞാൻ ഇന്ന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് എണീച്ച് നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് ടോയ്ലറ്റിൽ പോകണം വരണം, അങ്ങനെ ഒരു വെപ്രാളമായിരുന്നു. ശരിക്കും ജീവൻ മരണം പോരാട്ടമായിരുന്നു. എന്തായാലും മോൻ തന്നെ ഹോസ്പിറ്റലിൽ അടുത്ത ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ജനറൽ ബോഡിയാണ്, ഇപ്പൊ സ്കൂളിൽ എത്തണം, പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ തന്ന് എന്നെ അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അപ്പം അത്രയും പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാറ്റ് പോയി, ബോധം കെട്ടു. ഡോക്ടർ അവിടെ നിന്നവരെയൊക്കെ കൂടെ പിടിച്ച് തൂക്കി എന്നെ കയറ്റി അടുത്ത ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോയില്ല, തൊട്ടടുത്ത്. ഇപ്പൊ ലൈറ്റ് ഇട്ട് എത്രയോ സെക്കൻഡ് കൊണ്ട് തന്നെ എന്നെ കൊണ്ട് എത്തിക്കുകയും ശരിക്കും ഡോക്ടർ എല്ലാ വീടുകളിലൊക്കെ അറിയിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് കുറെ ബോധം വന്നപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് ഡോക്ടർ നിൽപ്പുണ്ട്. 2 മണിക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു 2 മണിക്ക് എനിക്ക് മീറ്റിങ്ങിന് പോകണം, ഒരു ഇഞ്ചക്ഷൻ തന്നോ എന്നെ ഒന്ന് വിടുമോന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ 2 മണിക്ക് എന്തായാലും സർജറിക്ക് കയറ്റാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പൊ തന്നെ ഞാൻ എൻ്റെ ചേച്ചി പുറത്തുണ്ടെന്ന് ചേച്ചിയുടെ നമ്മൾ അന്ന് ഒരിക്കൽ ഓഫീസ് വേറെ എല്ലാവരെയും സ്വാമി വിളിച്ചിരുന്നല്ലോ ഭജൻ കാളിനകത്ത്. അപ്പോഴും ഞാൻ ഈ സ്വാമിയുടെ ലിംഗം എടുത്ത ഫോട്ടോ സ്വാമിയെ കൊണ്ട് ബ്ലസ് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ ഇങ്ങനെ അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, അതൊന്നും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പെട്ടെന്ന് അത് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വയറിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട്, ഭഗവാനെ എനിക്ക് ഇവിടെ വെച്ച് സർജറി നടക്കല്ലേ, അത് നമ്മളെ പ്രാർത്ഥനകൾ ഓരോന്നും ഇതാവാത്തതിൻ്റെ ഒരു ഇതാണ്. പെട്ടെന്ന് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്തായാലും പെട്ടെന്ന് ഉടനെ തന്നെ എന്നെ സ്കാനിന് കൊണ്ടുപോയി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, സ്വാമി ഒന്നും തെളിയല്ലേ. അപ്പോൾ അടുത്ത ഉടനെ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും അറിയാതെ വിടൂല. വീണ്ടും ഞാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ എന്തെങ്കിലും ഉണ്ടെന്നൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് ഒരു സ്റ്റോണാണ്, കുഴപ്പമില്ല, 2 മണിക്ക് എന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന്. അങ്ങനെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പെട്ടെന്ന് എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡ് കിഡ്നി മുഴുവനും ബ്ലാങ്ക് ആയിരുന്നു. ഇതുവരെ ബൈ ബർത്തിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടല്ലോ, അന്നൊന്നും സംഭവിച്ചില്ലല്ലോ, ഇനിയൊന്നും പേടിക്കാനില്ല, എങ്കിലും ഈ മുകളിലത്തെ ഭാഗത്ത് ഒരു പാട, അങ്ങനെ അതുകൊണ്ട് അഴുക്കുകൾ മുഴുവനും ഒരിടത്ത് കട്ടിയായിരിക്കുകയാണെന്ന്. അവിടെ കാണിച്ചിട്ട് ഞങ്ങൾ ഓണത്തിന് പോയപ്പോൾ സൂപ്പറിൽ പോയി കണ്ടു. എന്തായാലും ഒക്ടോബർ 21-ാം തീയതി അഡ്മിറ്റ് ചെയ്യാനും 22-ാം തീയതി അത് സർജറി ചെയ്യാന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് റിനോഗ്രാം ടെസ്റ്റ് നടത്തണം, അത് ശരിക്കും അമൃതയിലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ പോയി വേരിയ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അതെടുത്തപ്പോഴും ഞാൻ വേണ്ടാത്തൊരു പ്രാർത്ഥന, ഭഗവാനെ അവിടെ ഒന്ന് വർക്ക് ചെയ്യുന്നത് കാണിക്കണേന്ന്, ആ ലെഫ്റ്റ് സൈഡ് ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കണേ. എന്തായാലും അവർക്ക് കിട്ടിയ റിപ്പോർട്ട് വർക്കിംഗ് ആണെന്നാണ്. ഇപ്പോൾ കീഹോൾ സർജറിയാണ് ചെയ്തത്. അവിടെ നോക്കിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ടും ശരിയല്ലായിരുന്നു, അത്രയ്ക്ക് വേസ്റ്റ് ആയിരുന്നു. എൻ്റെ ലെഫ്റ്റ് കിഡ്നി കംപ്ലീറ്റ് അഴുക്ക് കൊണ്ട് അടഞ്ഞിരിക്കുകയായിരുന്നു. എന്തായാലും ആ സർജറി കഴിഞ്ഞ് കിടത്തിയിട്ട് പറഞ്ഞു അത് വച്ചിരുന്നിട്ട് കാര്യമില്ല, ഇവിടുന്ന് റിമൂവ് ചെയ്യാന്ന്. അപ്പൊ എനിക്ക് വീണ്ടും സങ്കടം കൂടി. ഭഗവാന്റെ സ്ഥലത്ത് വന്നിട്ട് റിമൂവ് ചെയ്യുക എന്ന് വെച്ചാൽ അത് വലിയ വിഷമമല്ലേ. ഞാൻ പിന്നെ റിമൂവ് ഒന്നും ചെയ്യണ്ട, എനിക്ക് ഒന്ന് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു. അവസാനം എൻ്റെ റിക്വസ്റ്റ് കേട്ട്
അവരിങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ചകളായിരുന്നു. നമുക്കത് അറിയില്ലായിരുന്നു. കാരണം വലിയ കട്ടി പോലെ ഇരുന്നു. അത് ബയോപ്സിക്കൊക്കെ അയച്ചിരുന്നു. അപ്പം ഞാൻ ഇന്ന് പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ പോലെ സ്പാർക്കൊന്നും ഇല്ലല്ലോ, നമ്മളെ ബില്ല് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ ഇത്രയും പേരുടെ സാലറി, ഒരു 60-65 പേര് വരെ ഉണ്ട്. അപ്പൊ അത്രയും പേരുടെ സാലറി ഞാനായിട്ട്, അതിന്റെയും കുറ്റബോധം എനിക്ക്. കാരണം 2 ദിവസത്തെ പ്രയാസമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പോയതും അപ്പോഴും ചെയ്യാനും, അല്ലെങ്കിൽ ഫുൾ അഡീഷണൽ ചാർജ് കൊടുത്തിട്ട് പോകളായിരുന്നു. അങ്ങനെ അവസാനം അവിടെ തമിഴാണ്, അവരായിരുന്നു സേവാദളായിട്ട് നിന്നത്. അപ്പൊ ഓരോ ദിവസം വരുമ്പോഴും എൻ്റെ ഫിക്സ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഒരു ദിവസം സേവാദൾ പറഞ്ഞു, ഒരു ഭജന പാടാം, ഗുരുവായൂർ പൂരം നമ്മളെന്നും വൈകുന്നേരം ഭജന പാടും. അപ്പൊ എനിക്ക് 2 ബാഗുണ്ട്, ഒന്ന് കിഡ്നിന്ന് ഇട്ടേക്കുന്നതും ഒന്ന് അല്ലാതെ യൂറിൻ പോകാൻ. ഈ 2 ബാഗും കൊണ്ട് തറയിലിരുന്നാണ് നമ്മൾ ഭജന പാടുന്നത്. അങ്ങനെ അത് പാടി. ഞാൻ പറഞ്ഞു എനിക്കത് അത്രയ്ക്ക് പാടാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഞാൻ പാട്ടൊന്നും അറിഞ്ഞൂടാ, എങ്കിലും അവരെ ഇടയിൽ അങ്ങ് പാടും. അവസാനം പിറ്റേ ദിവസം ഞാൻ പോലെ സബ്ബിൻ പോലെ പാടി. എന്തോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഓം നമഃശിവായ ഇങ്ങനെ പാടി കഴിഞ്ഞു തീർന്നപ്പോഴത്തേക്ക് ആ സേവാദൾ പറഞ്ഞു, ഈ വിളി സ്വാമി കേൾക്കും, എന്തായാലും ഉടനെ തന്നെ സർജറി കഴിയും. അങ്ങനെ ദിവസം തോറും ഞങ്ങളങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവിടെ. അങ്ങനെ എനിക്ക് രാത്രിത്തെ ഭക്ഷണം തന്ന് കിടത്തിയിട്ട് ഹസ്ബൻഡ് കഴിക്കാനായിട്ട് പുറത്തു പോയി. കുറച്ച് സമയം ആയില്ല, അതിന് പെട്ടെന്ന് കറണ്ട് പോയെന്ന് പറഞ്ഞാൽ അന്ന് അനുഭവിച്ചതുപോലെ തന്നെ ഞാൻ ഏതോ ഒരു ലോകത്തേക്ക് പോയി. ശരിക്കും ഒരു ചുവന്ന കൊച്ചു കാറിൽ, എനിക്കറിയില്ല ഭഗവാന്റെ കാറ് ചുമപ്പാണോ അതൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് ആ കാറ് വന്ന് അടുത്ത് നിന്നു. ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ആ സിസ്റ്ററിനെ, പാലക്കാടുള്ള ഒരു സിസ്റ്ററായിരുന്നു, മലയാളി സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഡോക്ടറെ കൂപ്പിട്, ഡോക്ടർ ഇപ്പൊ വരുമെന്ന്. അപ്പൊ എന്നിട്ട് നാളെ തന്നെ സർജറി നടത്തിക്കൊള്ളണം, കിഡ്നിയിലുണ്ടായിരുന്ന സിസ്റ്റിനെ ഞാൻ മാറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പോയി. അപ്പൊ എനിക്കിത് സ്വപ്നമാണെന്നറിയില്ല. സെക്കൻഡുകളിൽ തന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ ലൈറ്റ് ഒരുപാട് പോകില്ലല്ലോ, പെട്ടെന്ന് തന്നെ ലൈറ്റ് വന്നു. ഞാൻ ഈ ബാഗുകളും തൂക്കിക്കൊണ്ട് ഓടി അങ്ങ് പോയപ്പോ ആ സിസ്റ്ററിനെ കണ്ടു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ സ്വാമി എവിടെ? സ്വാമിയാ? അപ്പൊ പറഞ്ഞു, അയ്യോ സ്വാമിയൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഈ സ്വപ്നം കാണാൻ, അതിപ്പോ അപ്പൻ സിസ്റ്റർ പറഞ്ഞു, അയ്യോ സ്വപ്നം കാണാൻ സമയമായില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്തോ ഭഗവാൻ വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ വിളിക്കാൻ കൂപ്പിടെന്ന് തന്നെ, ഡോക്ടറെ കൂപ്പിടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ നാട്ടിൽ പോയി, ദീപാവലി പ്രമാണിച്ച് ഡോക്ടർ നാട്ടിൽ പോയി. 2 സെക്കൻഡ് ആയില്ല, ബസ്സിൽ കയറിയിരുന്ന ഡോക്ടർ തിരികെ വന്നിട്ട് പറഞ്ഞു, ആരോ പറഞ്ഞു വിട്ടെന്ന് എൻ്റെ സർജറി ചെയ്യാൻ പിറ്റേ ദിവസം. അങ്ങനെ ഞാൻ പറഞ്ഞു, അയ്യോ ഭക്ഷണം കഴിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് എന്തായാലും പിറ്റേ ദിവസം തന്നെ സർജറി കഴിഞ്ഞു. പക്ഷെ സർജറി ഒട്ടും സക്സസ് അല്ല. 4.5 മണിക്കൂർ എടുത്ത് നടത്തിയെങ്കിലും അതിൽ ഒട്ടും സക്സസ് ആവൂല എന്ന് അപ്പോഴേ പറഞ്ഞു. എങ്കിലും എന്തെങ്കിലും ചെയ്താൽ മതി, അവിടുന്ന് സ്വാമിയുടെ പേരിൽ ഒരു ഇത് വളരത്തെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് സർജറിയും കഴിഞ്ഞു. അപ്പൊ ഇതിനു മുമ്പും ഗീത എപ്പോഴും, ഞാൻ 3 സൺഡേ ഗീത എൻ്റെ കൂട്ടാണല്ലോ, അപ്പൊ ഗീത പറഞ്ഞു, കല പോണതിന് മുമ്പേ സ്വാമിക്ക് ഒരു ലെറ്റർ എഴുതിയിട്ട് പോണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന അതിന് മുമ്പേ സ്വാമി, ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോഴും ഭഗവാൻ വരണം, എൻ്റെ സർജറിക്കും ഭഗവാൻ വരണമെന്ന്. എന്നെ അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് സ്വാമി അവിടെ വന്നു, സ്വാമിയുടെ ബ്രദറിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ സർജറിയിലൊന്നും സ്വാമി അവിടെ വന്നു, അദ്ദേഹത്തിന്റെ സ്വാമിയിൽ അലിഞ്ഞ ദിവസം ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ നടക്കണു. എൻ്റെ സമയമായെന്ന് തോന്നുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയുണ്ട്, പക്ഷെ അത് പറയുന്നില്ല, പറയാനുള്ള സമയമില്ലല്ലോ. 2-3 മിനിറ്റും കൂടെ പറഞ്ഞോളൂ കലേ. പറയട്ടോ. അങ്ങനെ എന്തായാലും ആ 1 കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടെ വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ കിഡ്നി ഡാമേജ് എന്നറിഞ്ഞു. 2006 ആയപ്പോഴത്തേക്ക് അന്നത്തെ ജനുവരിയിലെ സർവീസിന് അപ്പം ഡോക്ടർ പറഞ്ഞു, ഇൻഫെക്ഷനോ പനിയോ വരണമെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ജനുവരി സർവീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. പിന്നെ ഒരു ടീച്ചേഴ്സിന്റെ കോൺഫറൻസിനോ എല്ലാത്തിനും ഞാൻ പോയി, എല്ലാ ഇൻഫെക്ഷനൊക്കെ അപ്പോൾ വന്നു. എന്തായാലും 2006 ആയപ്പോഴത്തേക്ക് അത് അകത്ത് കിടന്ന് പഴുത്ത് വല്ലാതെയായി. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ശരിക്കും ഞാൻ സെപ്റ്റിസീമ സ്റ്റേജിലായിപ്പോയി. ഡോക്ടർമാർ കൈവിട്ട കേസായിരുന്നു. എന്തായാലും സർജറി ചെയ്യാനും ബുദ്ധിമുട്ട്, അല്ലാതെയും രക്ഷപ്പെടില്ല എന്നറിഞ്ഞതുകൊണ്ട് 2ഉം കൽപ്പിച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഈ കോമ സ്റ്റേജിൽ കിടന്നപ്പോഴത്തേക്ക് എന്തോ ഒരു അദൃശ്യ ശക്തി എന്നെ ടെക്കെന്നിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ എന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എനിക്കറിയില്ല എന്നെ എവിടെ കൊണ്ടുപോകണമെന്ന്. പോയിട്ട് വരെ പോയപ്പോ മേഘങ്ങള്, വെള്ളമേഘം, നീലമേഘം എല്ലാം ഒക്കെ കാണാമായിരുന്നു.
എന്നിട്ട് കുറേ താഴ്വരകളുടെ സ്ഥലത്തൂടെയൊക്കെ പോയി അവസാനം എൻ്റെ ഒരു ബ്രദറിനെ ഞാൻ കണ്ടു. എൻ്റെ ബ്രദർ മരിച്ചു പോയതായിരുന്നു. ചേട്ടൻ മാത്രമാണ് എന്നെ ശ്രീകല എന്ന് വിളിക്കുന്നത്. അപ്പം ചേട്ടൻ എന്നെ ശീല നീയും ഇനി വന്നോന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ മരിച്ചു എന്ന് തീർച്ചപ്പെടുത്തി. അതിൻ്റെ കുറച്ചുകൂടെ പോയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനെയും കണ്ടു, എൻ്റെ ഒരു വല്യമ്മയുണ്ടായിരുന്നു. അച്ഛൻ എന്നെ കണ്ടുകൊണ്ട് എൻ്റെ മക്കളെ എന്നൊരു വിളി വിളിച്ചത്. ഇതെല്ലാം എൻ്റെ ചെവിയിൽ ഇപ്പോഴും ആ കേട്ടതായിട്ട് തന്നെ നമുക്ക് വട്ടം തോന്നുമെങ്കിലും ചെവിയിൽ ഇപ്പോഴും ആ കേട്ട ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ എന്തായാലും സെക്കൻഡിനകത്ത് OP ഇരുന്ന ഡോക്ടറെ അടുത്ത് ആരോ പറഞ്ഞെന്ന് അങ്ങ് ഓടിച്ചെന്ന് ഏതോ ഒരു മരുന്ന് കൊടുക്കുക, ആ മരുന്ന് ചിലപ്പം എൻ്റെ ബോഡി അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഓടി വന്ന് ഇഞ്ചക്ഷൻ എടുത്തതും ഞാൻ ടിക്കറിന് താഴെ വിടുന്നതും അന്ന് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് വേണ്ടി ഗായത്രി ഭയങ്കരമായിട്ട് എല്ലാ പെണ്ണുങ്ങളും ഗായത്രി ജപിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് തിരിച്ചു വീണ്ടും ജീവൻ കിട്ടി. അങ്ങനെ പിറ്റേ ദിവസം സർജറി കഴിഞ്ഞു. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ 33 ദിവസം നരകയാതനയായിരുന്നു. അപ്പം ഡോക്ടർ പറയും എങ്ങനെയാണ് അമ്മ കരയാതിരിക്കണം എന്ന് കേൾക്കും. അപ്പം ഞാൻ ഈ ഡോക്ടർമാർ വരുമ്പോൾ അത്രയും കംപ്ലീറ്റ് അഴിച്ചിട്ടൊക്കെയാണ്, സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം പടുത്ത് കൊടുന്നിരിക്കുകയായിരുന്നു. ആ ഇവിടെ മുതൽ അങ്ങറ്റം വരെ കീറിയിട്ട് ഒരു കുഴിവ് കാണാം. അവരകത്തുനിന്ന് പഴുപ്പ് വരാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു. ഞാൻ അവർ വരുമ്പം തന്നെ കുറേ നേഴ്സുമാരെല്ലാവരും കൂടെയാണ് പറഞ്ഞത്. വരുമ്പം തന്നെ ഞാൻ പുട്ടപ്പുറത്തിൽ ഇരിക്കണതും ഭഗവാൻ വരണതും ഭജന പാടുന്നതും ഭഗവാൻ ആരതി കഴിയുന്നതും ഭഗവാൻ തിരിച്ചു പോകുന്നതും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഈ ഇത് കാണുമല്ലോ, നമ്മൾ മനോയാത്ര പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ എവര് ഡോക്ടർമാർ ചെയ്യണത് ഞാൻ ശ്രദ്ധിക്കുകയില്ല. അപ്പം എനിക്കതൊട്ട് ഫീൽ ചെയ്യുകയില്ല. അപ്പം ഡോക്ടർക്ക് ഭയങ്കര അതിശയം, ഇങ്ങനെ സൈഡ് ഡ്യൂട്ടി ആയതുകൊണ്ടാണോ അതോ ടീച്ചർ ആയതുകൊണ്ടാണോ ഇത്രയും ക്ഷമയെന്ന്. ഞാൻ പറഞ്ഞ് രണ്ടും ആയതുകൊണ്ട് തന്നെ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തി. എന്തായാലും കുറേ ദിവസം 34 ദിവസമായിട്ട് കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അത് പക്ഷെ അതോടൊപ്പം എനിക്ക് ഹെർണിയ വന്നു. വീണ്ടും 2014 ഹെർണിയ സർജറി ചെയ്തു. അതും ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം പിന്നെ ലിവർ സിറോസിൻ്റെ ബാക്ടീരിയ എങ്ങനെ എൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചികിത്സ ലിവറിൻ്റെതാണ്. അപ്പം ഞാൻ കേട്ടു സ്വാമി എനിക്ക് മാത്രമാണോ ഓരോ അവയവങ്ങളും ഇങ്ങനെ ഡാമേജ് ആണ്, അല്ലെങ്കിൽ പോട്ട് വരണതൊക്കെ എനിക്കാകുമ്പോഴും കുഴപ്പമില്ല, മറ്റുള്ളവരും കൂടെ വിഷമിക്കില്ലല്ലോ എന്ന് മനസ്സിൽ കണ്ടു. പക്ഷെ അടുത്ത ചെക്കപ്പിന് ഞാൻ പോയപ്പോഴത്തേക്ക് അതിൻ്റെ ബാക്ടീരിയയെ കാണാനില്ല, എവിടെയോ ഡിസപ്പിയർ ചെയ്തു എന്നാണ് പറഞ്ഞത്. സായിരാം. എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങളിൽ നമിക്കുന്നു. ചേച്ചി സായിരാം ചേച്ചി. സൈറാം സൈറാം സായിരാം ശ്രീകല, സായിരാം. സായിരാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രസൻറ്റേഷനാണ്, അത് കഴിഞ്ഞിട്ട് ഒരു ഭജന പറയണേ. സായിരാം. ഭഗവാന്റെ ക്ലിപ്പ്. ఈశ్వరుని యొక్క ఆభరణములు ఏమిటి? What are jewels of Ishvara? అతనికి ఎట్టిది ఆభరణములు లేవు. In fact, he has no jewels whatever. తల నిండా జడల సంపంతివాడు. And he has got all affluence all over the అతని matter. ఆభరణములు నాగములే. And the snakes are the real decoration to him. ఆ యొక్క వాహనములు ఈ విధంగా విరుద్ధంగా ఉండినప్పటికీ వీరి యొక్క ఆభరణములు కూడాను చాలా విరుద్ధంగా ఉంటున్నాయి. All the jewels they have put on also seem to be quite strange. తల నిండా జడల సంపత్తివాడు. Has got the matted hair. మౌడి కులికడు చంద్ర మక్కండ కళతోడ బెడదారు గుంపెడు జడదవాడు. And has got this moon shining over with the జడలలో hair just ప్రవహించి downward. చదనేటి చిగుతోడ డంబైన పాల నేత్రంబుతోడ. With the forehead which is quite broad, with the third eye. నల్ల నేరడి వంటి నల్లని మెడతోడ. And he has got the dark neck. కరమున నాగ కంకణముతోడ. And he's got the ankles over the నడుమును ankle. చుట్టిన నాగ చర్మముతోడ. And it is the skin of మైనిండ the నలదు snake. భస్మముతోడ. And the bhasma, the vibhuti is smeared మైనిండ నలదు భస్మముతోడ. with all this ash on the కుదురు body. తెచ్చిన దొడ్డ కుంకుమ బొట్టుతో. And with the central vermilion on the head. తాంబూల రాగాధరంబుతోడ
with all the color because of Kambula. తన్హేమమయ వజ్ర తాటంకములతోడ వీక్షాస్త్రవద్దయ వృష్టితోడ నల్ల కొలువులు తునుమాడు కొల్లలాడు మెరుగు చామన ఛాయల మేనితోడ రంగు చామన ఛాయ His complexion is average ఇట్టి Samana Chai. ఈశ్వరుని యొక్క ఆభరణములు ఎవరికి ఉన్నవి? This kind of decoration of Ishvara, who else has got it? സായിറാം ചേച്ചി ഭജന പാടിക്കോളൂ. സായിറാം. ജഗദീശ്വരി ദയാ കരോ മാം, ശിവശങ്കരി കൃപാ കരോ മാം, സായീശ്വരി രക്ഷാ കരോ മാം, ഭർത്തീശ്വരി ഫലാ കരോ മാം, ശിവശങ്കരി കൃപാ കരോ മാം, ശിവശങ്കരി കൃപാ കരോ മാം, ജഗദീശ്വരി ദയാ കരോ മാം, ശിവശങ്കരി കൃപാ കരോ മാം. സായിരാം. സായിരാം. സായി ഉപമ. കണ്ണിൽ നിന്നും തിമിരം മാറ്റുമ്പോൾ കാഴ്ച തെളിമയുള്ളതാകുന്നു. അതുപോലെ നിങ്ങളെ ചെറുതാക്കുന്ന അപകർഷബോധം മാറ്റുക. നിങ്ങൾ ആത്മസ്വരൂപമാണെന്നും സച്ചിദാനന്ദ സ്വരൂപമാണെന്നും അറിയുക. അപ്പോൾ നിങ്ങളുടെ ഓരോ കർമ്മവും ഒരു യജ്ഞമായും ആരാധനയായും തീരുന്നു. കാതും കണ്ണും കൈയും കാലും എല്ലാം നിങ്ങളെ ഉയർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ ആകുന്നു. അവ നിങ്ങളെ നശിപ്പിക്കുന്ന കെണികൾ ആകുന്നില്ല. തമോ ഗുണത്തെ തപോ ഗുണത്തിലേക്ക് പരിവർത്തനം ചെയ്യൂ. അങ്ങനെ സ്വയം രക്ഷ നേടുക. ജയ സായിരാം. സായിറാം. ഇനി നാളെ ഭഗവത്ഗീത ക്ലാസ് ഉള്ളത് കൊണ്ട് നാളെ യജ്ഞമില്ല. ശാന്തി മന്ത്രം പറയുകയാണ്. സായിറാം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം.